Day 2. So guys, welcome to Day 2 of 75 Hard Challenge. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കുറച്ച് നേരത്തെ 6 മണി 6:10 ആകുമ്പോഴേക്കും എണീറ്റെന്ന് തോന്നുന്നു. ഇന്നലെ 6:15 കഴിഞ്ഞു 20 എണീക്കാൻ. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാൻറ്റ് ഇട്ടോ. ഞാൻ സാധാരണ ചൂട് കാരണം ഷോർട്ട്സ് ഇടുന്നത് കാരണം ഷോർട്ട്സ് ഇട്ട് ഇവിടെ ക്യാമ്പസിന് പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പാൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ കെട്ടി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു സംശയം, ചെരുപ്പിട്ട് പോകണോ ഷൂസ് ഇട്ട് പോകണോ കേട്ടോ. അവസാനം ഞാൻ ചെരുപ്പിനിട്ട് പോയി. അതെനിക്ക് പിന്നെ പണി കിട്ടുകയും ചെയ്തു. പിന്നെ നടക്കാനിറങ്ങുന്നവർക്കെല്ലാം വായി നോക്കാൻ വേണ്ടി ഇത് ഇവിടെ ഒരു നായക്കുട്ടി. ഈ നായ ആക്ച്വലി ഞങ്ങൾ 3rd ഇയർ വന്നപ്പോൾ ഉണ്ടായ നായയാണ്. അപ്പോൾ ഇതിനൊരു 2 വയസ്സെങ്ങാനും ആയി കാണും. അങ്ങനെ നടന്ന് ഞാൻ ഗ്രൗണ്ടിൻ്റെ പുറകിലെത്തി. സോ ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു റൗണ്ട് അടിച്ചു, 2ാമത്തെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ വേദന എടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു 2 റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഗ്രൗണ്ടിൻ്റെ അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗ്രൗണ്ടിൻ്റെ നല്ല കാറ്റ് കിട്ടും. അവിടെ എനിക്ക് കൂട്ടിനായിട്ടൊരു വേറെ നായ്ക്കുട്ടൻ ഉണ്ടായിരുന്നു. അവിടെ കിടന്നുറങ്ങുന്നു. ഞാനിങ്ങനെ ചുമ്മാ നേരെ മലയൊക്കെ നോക്കി നല്ല ചില്ലായിട്ട് ഇരിക്കുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ താക്കോലൊക്കെ എടുത്ത് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നേരെ തിരിച്ച് നടന്ന് ഹോസ്റ്റലിലെത്തിയപ്പോൾ താക്കോല് ഞാൻ പൂട്ടിയിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ എന്താ പറയുക, പൂട്ടാതെ വരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അങ്ങനെ പൂട്ടി തുറന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ബാഗ് പാക്ക് ചെയ്തു. അപ്പോൾ ലാപ്ടോപ്പും ബുക്കുമാണ് എടുക്കുന്നത്. നമുക്ക് എന്തായാലും ലാബിൽ പണിയില്ലെങ്കിൽ നമ്മുടെ 5 പേജസ് റീഡിങ് തീർക്കാമെന്നും പറഞ്ഞ് ബുക്കും കൂടെ എടുത്തു. അപ്പോൾ ബാഗൊക്കെ മാറ്റി വെച്ചു കേട്ടോ. ബാഗൊക്കെ മാറ്റി വെച്ച് അവിടെ കയറി ഞാനിരുന്നു. വാച്ച് ഈ സാധനം ആക്ച്വലി ഫിറ്റ്നസ് ബാൻഡോ അങ്ങനെ എന്തോ പറയൂ ഇതിന്. OnePlusൻ്റെ ആണ്. ഇതും ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ. ഇതുവരെ അതിനൊരു പണിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നേരെ മുടിയൊക്കെ കിട്ടി, അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടു. ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ആരോ കമൻറ്റ് ഇട്ടായിരുന്നു. അതൊന്നും അല്ല കേട്ടോ, ലാബാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. ഒരു 250 റുപ്പീസിൻ്റെ അടുത്തേ ഉള്ളൂ, പക്ഷെ നല്ല പെർഫ്യൂമാണ്. അങ്ങനെ റെഡിയായി ഇറങ്ങി. കയ്യിൽ വെള്ളം കുപ്പിയുണ്ട്. വെള്ളം നിറച്ചിട്ടില്ല, അത് പോണ വഴിക്ക് ലാബിൽ നിന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നേരെ ലാബിലെത്തി. ലാബിൻ്റെ അവിടുത്തെ വാട്ടർ കൂളറിൻ്റെ അകത്തുനിന്ന് ഒരു 2 ലിറ്റർ വെള്ളം അങ്ങ് പിടിച്ച്. ഈ കുപ്പിയെ കൊണ്ട് കിടക്കണ കാരണം ഇപ്പോൾ കുറേ പേര് എന്നെ വാട്ടർ ടാങ്ക് എന്ന് വിളിക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ആൾക്കാരെന്ത് പറയുന്നുള്ളത് നമുക്ക് പണ്ടേ ഒരു പ്രശ്നമല്ലല്ലോ. അങ്ങനെ ബുക്കൊക്കെ വായിച്ചു. അച്ഛനടുത്ത് തന്ന മൗസാണ് കേട്ടോ, അത് സെബ്രോണിക്സിൻ്റെ നല്ല മൗസാണ്. അങ്ങനെ നേരെ തിരിച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടിയാണ് ഉച്ചയായപ്പോൾ. പക്ഷേ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ 10 എന്നും പറഞ്ഞ ഒരൊറ്റ കിടത്തായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ തിരിച്ചു പോയി 5 പേജ് വായിക്കാനുള്ളത് വായിച്ചു. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ട്രിനിറ്റി സൈറ്റിനെ പറ്റിയായിരുന്നു. അപ്പം നൈമറിൻ്റെ സ്റ്റോറി അറിയുന്നവർക്ക് വേണ്ടി മനസ്സിലാവും ചിലപ്പോൾ. ട്രിനിറ്റി സൈറ്റിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ബോംബ് ടെസ്റ്റിംഗ് നടത്തിയത്, അതിൻ്റെ ഫെയിലായപ്പോൾ സമയത്ത് ഒപ്പൻഹൈമർ അനുഭവിച്ച സ്ട്രെസ്സ്, ഭഗവത്ഗീതയിലെ കോട്ട്, ഇതൊക്കെ തന്നെയായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ബുക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. അമേരിക്കൻ പ്രോമീത്തിയസ് എന്ന് പറഞ്ഞിട്ട് ഒപ്പൻഹൈമറിൻ്റെ ഒരു ബയോഗ്രഫി തന്നെയുണ്ട്. പക്ഷേ അത് ഫുൾ സ്റ്റോറിയാണ്. ജസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള അയാളുടെ ഒപ്പൻഹൈമറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് വേണ്ടതെങ്കിൽ ഈ ബുക്ക് ആക്ച്വലി നല്ലതാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഈവനിങ് നമ്മൾ നേരെ ഹോസ്റ്റലിലെത്തി. കയ്യിൽ പേഴ്സാട്ടോ ഇരിക്കുന്നത്, പെൻസിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് കപ്പ് എടുത്തിട്ട് ഞാൻ മെസ്സിലേക്ക് ഓടി. ബിക്കോസ് ചായ സമയം കഴിയാറായി. വൈകുന്നേരത്തെ ചായ കിട്ടിയില്ലെങ്കിൽ ഞാൻ വയലൻ്റ് ആവും. അപ്പോൾ പിന്നെയും ഹായ്, സെക്കൻഡ് ഡേ ഈവനിങ്. കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി 4 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ബിക്കോസ് ഭയങ്കര ചൂടായിരുന്നു ലാബിൽ. അപ്പോൾ ഇന്ന് മിക്കവാറും 5 ലിറ്ററോളം വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരുന്നത് എനിക്ക് തോന്നുന്നു. ബുക്ക് ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഈവനിങ്ങും ഞാൻ നടക്കാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ബിക്കോസ് റൂമിൽ ചെയ്ത് ഒട്ടും സ്ഥലമില്ല റൂമിൽ. അപ്പോൾ റൂമിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജിം എന്തായാലും അടച്ചു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങും നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഒരു 6-6:30 ആകുമ്പോൾ സൺസെറ്റ് കാണുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം. സോ ഈവനിങ്ങും മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട്. രാവിലെ ജിമ്മിൽ പോകാൻ നോക്കാം.
എന്നോട് 2-3 പേര് സജസ്റ്റ് ചെയ്തു രാവിലെ ജിമ്മിൽ പോകൂടെയെന്ന്. അപ്പോൾ ജിമ്മ് ഇവിടെ 6 മണിക്ക് ഓപ്പൺ ആകുന്നുണ്ട്. 6 മണി തൊട്ട് ഒരു 7 മണി വരെ, അല്ലെങ്കിൽ 6:15 തൊട്ട് 7 മണി വരെ ആയാലും ദാറ്റ്സ് ഇനഫ്. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം എന്തായാലും മെസ്സിന്നൊരു ചായ എടുത്തു. മെസ്സിൽ നിന്ന് കഴിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് കേക്കായിരുന്നു. അപ്പം ഞാനത് എടുത്തില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ കടല, ഈ കടലപ്രസ്ഥാനവും ചായ പ്രസ്ഥാനത്തിന് ശേഷം ഞാൻ പിന്നെയും പുറത്ത് നടക്കാൻ ഇറങ്ങി. ഒരു 6 മണി 6:30 ഇറങ്ങി. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ട് ബേസിക്ക്. അതുകൊണ്ട് ഭംഗിയായിട്ട് പ്രൊജക്ടൈൽ മോഷൻ വെച്ചിട്ട് ഒരു ഗ്രൗണ്ട് നനയ്ക്കുന്നത് കണ്ടു. ഇവിടെ നോക്കിയാലും ഫിസിക്സ്, സർവോർത്തൊരു ഫിസിക്സോ. സെക്കൻഡ് വർക്കൗട്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ നടന്നു കാണും. അപ്പോൾ രാവിലെയും ഒരു 2 കിലോമീറ്റർ, ഒരു 4-4.5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അത് കൂടാതെ ബസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി തീർന്ന് എല്ലാം കൂടെ ചേർക്കണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ എങ്ങനെയെങ്കിലും നടന്നിട്ടുണ്ടാവും. സോ ഐ തിങ്ക് ഡേ 2 വാസ് ഓൾസോ എ സക്സസ്. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ പോയി കുളിക്കണം. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. ഇന്ന് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനമായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. ഞങ്ങളുടെ കോളേജ് പ്യുവർ വെജിറ്റേറിയൻ ആണ്, ആസ് ഇൻ മെസ്സ് പ്യുവർ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കിട്ടില്ല. അപ്പോൾ വെജ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനവും, കുറേ പച്ചക്കറി വെട്ടിപ്പുഴുങ്ങി, കുറേ ചോറിട്ട് തിളപ്പിച്ച് തന്നേന്ന് എന്തോ ഒരു സാധനവും, പിന്നെ ഈ പുളി ഇല്ലാത്ത തൈരിനകത്ത് കുറേ തക്കാളിയും സവാളയും കക്കിരിക്കയും കൂടെ വെട്ടിയിട്ട് വരുന്നൊരു സാധനം ഇല്ലേ, പേരെന്താ, സെർലാസോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ സെർലാസ് എന്നാ പറയാ, എന്താ അവിടെ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ആ സാധനവും പിന്നെ ചിക്കു. എനിക്ക് ഈ ചിക്കു എന്ന് പറഞ്ഞ സാധനം, ചിക്കു സപ്പോട്ട വാട്ട് എവർ ഷിറ്റ് ദിസ് ഇസ്, ഈ പണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഐസ്ക്രീം രൂപത്തിലോ ഷേക്ക് രൂപത്തിലോ എന്ത് രൂപത്തിൽ തന്നാലും ഞാൻ കഴിക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഈ സപ്പോട്ട എന്ന് പറയുന്ന സാധനം. ഇത് കത്തിയെടുത്തൊക്കെ മുറിക്കാന്നൊക്കെ പറയണത് വളരെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആണല്ലോ. നമ്മൾ വളരെ പ്രിമിറ്റീവായിട്ട് ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പിടിക്കുക. എടാ ഇത് പഴുത്തിട്ടില്ലടാ, പച്ച ചിക്കു ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതാ, കറക്റ്റ് പച്ച എടുത്തത്. എന്തെങ്കിലും ആകട്ടെ, ജ്യൂസ് കഴിഞ്ഞു. പച്ച ചിക്കു ഞാൻ തന്നെ തെരഞ്ഞു പിടിച്ചെടുത്തത് കാരണം സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലൊതുക്കി ഞാൻ വേഗം അലക്കാനുള്ള തുണിയും കുളിക്കാനുള്ള തുണിയും ഇടാനുള്ള തുണിയും എടുത്തുകൊണ്ട് നേരെ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റിനിടയിൽ കൈവിട്ട് കൈയുടെ തൊളിയും കളഞ്ഞ് കുറേ ചോര വന്നു കേട്ടോ. എൻ്റെ ഡ്രസ്സുമൊക്കെ ചോരയായി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു തീരുമാനമായി, കൊള്ളാം, നൈസ്, സെറ്റപ്പായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് ഉണങ്ങിപ്പോയി. വേദനയുണ്ട്, ഒരു കടച്ചിലുണ്ട്. നിങ്ങൾക്കറിയോ, ഇത് ഇവിടെ വന്നിട്ട് 3-ാമത്തെ 4-ാമത്തെ വട്ടം കണ്ടിട്ടുണ്ട് കൈ മുറിയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് കണ്ടോ ബാൽക്കണിയുടെ അവസ്ഥ? ഞാൻ ഡ്രസ്സൊക്കെ അലക്കിയിടുന്നത് ആക്ച്വലി ഇവിടെയാണ്. ലൈക്ക് തോരയിടാൻ നമുക്ക് ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. പക്ഷെ ആ ബാൽക്കണിയുടെ അവസ്ഥ ഉണ്ട്. ഒറ്റ പ്രാവശ്യം കൂടെ വൃത്തിയാക്കിയിട്ടില്ല. അതുതന്നെ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ചെരുപ്പിട്ടിട്ട് വേണം. അങ്ങനെ ഒരു 3-4 ടോപ്പ് ഉണ്ടായിരുന്നു, കോളേജിലേക്ക് ഇടുന്ന ടോപ്പുകൾ. ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പുകൾ ഉണ്ടായിരുന്നു, പാൻറ് ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ അലക്കിയിട്ടു. അങ്ങനെ അലക്കി കൊണ്ടുവന്ന് തോരയിട്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ ഒന്നുകൂടെ നനഞ്ഞ്. അതെല്ലാം കഴിഞ്ഞ് എനിക്കെന്താണെന്നറിയില്ല, കുറച്ച് പഠിക്കാതിരിക്കുന്ന സമയത്ത് ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നും. ആ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അലാറം അടിച്ചാണ്. ഞാൻ ഓഫ് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്തു, അലാറം ഓഫ് ചെയ്തു. അപ്പോൾ ബെഡിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 0 വാട്ടിൻ്റെ ബൾബുണ്ട്, റെഡ് കളർ. അത് മാത്രമായിട്ട് ഞാൻ തലവേദന എടുക്കും. അപ്പോൾ അത് കാരണം കുറച്ച് ഫെയർ ലൈറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നേരെ ബാക്കി വർക്കിലേക്കിരുന്നു. കുറച്ച് പേപ്പർ വായിക്കാനുണ്ടായിരുന്നു, ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ വ്ലോഗ് 3. ബൈ.